നമ്മ ഇപ്പൊ പുറത്ത് അടുപ്പിൽ കത്തിക്കാൻ വന്നത്. അടുപ്പിൽ കത്തിച്ചിട്ട് നല്ല 4 മണി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് 8 മണിക്ക് വന്നത്. പിന്നെ ഗോളി ബജി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് മാവെല്ലാം റെഡിയാക്കിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്പെഷ്യൽ അടുപ്പ്, റോക്കറ്റ് അടുപ്പ് എന്ന് പറയും. ഇത് ഏട്ടൻ പറഞ്ഞ് പ്രത്യേകം ഡിസൈൻ ചെയ്ത അടുപ്പാണ്. ഇത് കത്തുന്നുണ്ടോ നോക്കട്ടെ, കത്തുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മ ഇപ്പം റോക്കറ്റ് അടുപ്പിൽ കത്തിക്കാൻ വിറക് മണിക്കാൻ വന്നത്. വിറക് മേടിച്ചിട്ടുണ്ട്. ഇതാടെ ഇഷ്ടംപോലെ വിറക് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം വലിയ പെരുന്നാളിന് അടുപ്പിൽ ചുടാൻ വേണ്ടി വിറക് വെക്കുന്നത്. 1 റിയാലിന് കുറച്ച് വിറക് മേടിച്ചിട്ടുണ്ട്. നമ്മ ഇപ്പം മേടിച്ച വിറക് ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിട്ടിട്ട് കത്തിക്കാൻ പോന്ന്. ഇത് ഇവിടുന്ന് കാർപ്പൻറ്റർ ഷോപ്പിൽ നിന്ന് ചിപ്പിളിപ്പൊടി കൊണ്ടുവന്നത്. ഇതാ ഇത് ആദ്യം മിലയിടാ. ഇത് സൈഡില് ഇതാ, ഇത് ഇവിടെ കത്തിക്കുന്ന ഭാഗം. ഈ സൈഡില് ഇങ്ങനത്തെ കത്തിക്കേണ്ട സാധനം ഇടേണ്ട ഭാഗം ഇതിനെ കൂടെ ഇടുന്നുണ്ട്. ഇതാ ചിപ്പിളിപ്പൊടി. അതെയാ കത്താൻ വേണ്ടി മാത്രം. അതെ അത് ചിപ്പിളി കുറച്ച് അടി കൂടി തീ നിൽക്കാൻ വേണ്ടി. ഇതിലെ കൂടെ ഏറക്കുന്നതാ. നമ്മളെ സ്പെഷ്യൽ അടുപ്പ്. തീ അങ്ങനെ കത്തുന്നുണ്ട് ഗൈസ്. അപ്പുറത്തെ കൂടെ കത്തുന്നുണ്ട്. നമ്മളെ വീട്ടിലത്തെ സ്ഥിരം പലഹാരങ്ങളാക്കുന്ന ചീഞ്ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ മേലെ വെക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. വീഡിയോ എടുക്കണമെന്നില്ല, എടുക്കുന്നുണ്ട്. കൈമന്തെല്ലാം ഉണ്ടെന്ന് കാണിക്കണ്ടേ. ഇത് പിടിക്കുക. കാറിക്കൂടാ, കാറ്റുണ്ട്. ഇതിലോണ്ട് അങ്ങനെ വേഗം പോവില്ല. ഇത് ഗോളി ബജിയുടെ മാവ് വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എണ്ണ ചൂടായിക്ക അവനത്ര നമുക്കൊരു ശീലാക്കാം. ഇവിടെ വരണം. ഐശ്വര്യായിട്ട് ചൂടാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമ്മളെ ഗോളി ബജിയുടെ മാവ് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കൊരിട്ട് ഇങ്ങനെ വയ്ക്കാം. ഗോളി ബജിയുടെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് യൂട്യൂബില്. ഇത് പുറത്ത് മാവ് ഉണ്ടാക്കി കൊണ്ടുവരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ്. കുറേ ആൾക്കാർ ഇത് കാണുന്ന കുറേ എൻ്റെ ഫ്രണ്ട്സ് ഇത് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. മതിയല്ലേ ഇപ്പം? എല്ലാരും പുറത്ത് പോയിട്ട് ബാർബിക്യൂ ആക്കി തിന്നുമ്പോ നമ്മ ഗോളി ബജി ആക്കി തിന്നത്. ഇവിടെ പെരുന്നാളിനെയും ആടിനെയും ചിക്കനും എല്ലാം ചുടുന്ന തിരക്കിലെല്ലാരും നമ്മ ഗോളി ബജി ചുടുന്ന തിരക്കില്. അതായത് പൊന്തി വരുന്നുണ്ട്. വേണ്ട തിരിച്ചിടാ. മണമടിച്ചിട്ട് ഇല്ലേ, മണമടിക്കുന്നില്ല എനിക്ക്. മണമടിച്ചിട്ട് വായിന്ന് വെള്ളം വരുന്നത്. ഇറക്കണ്ടത് ഉണ്ടാക്കുന്ന ഇറക്കണ്ട മണമടിച്ചിട്ട് വായിന്ന് വെള്ളം വരുന്നുണ്ട്.
ഇത് കാണുന്നവര് ഇവിടെ രക്ഷയില്ല കേട്ടോ. കാണുന്നവര് കൊതി വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ഇതുപോലെ പുറത്തുനിന്നാക്കിയിട്ട് കഴിച്ചോ. ആദ്യം തിരിച്ചു മറിച്ചു വിടുന്നുണ്ട്. രണ്ട് സൈഡും വേവുന്നവരെ തിരിച്ചു മറിച്ചു വിടാം. എന്റെ വിശദ വീഡിയോ ഞാൻ നേരത്തെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എന്റെ ഡീറ്റെയിൽസ്, ഇതിന്റെ മാവോ എന്റെ ഡീറ്റെയിൽസിൽ അറിയണമെങ്കിൽ ഞാൻ നേരത്തെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ആവട്ടെ, നല്ലോണാവട്ടെ, നല്ലോണം ബ്രൗൺ ആവട്ടെ. നമ്മ ഇപ്പൊ ഉള്ളത് സൂറിലൊരു പാർക്കിലാണ്. കടല് തിരമാല അടിച്ചോണ്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പൊ നമ്മില്ലത്. ഇതിന്റെ ഇപ്പുറത്തെ പാർക്കാണ്, വലിയൊരു പാർക്ക്. കണ്ടോ, കാണിച്ചോളെ. ഇത് നമ്മ ഇപ്പൊ ഇല്ല പാർക്കിന്റെ പകലത്തെ വ്യൂ ആണ്. ഇവിടെ 2-3 ഷെഡും നടക്കാൻ ഇന്റർലോക്ക് ഇട്ട സ്ഥലവും പിന്നെ ഇരിക്കാൻ ഇരിപ്പിടലും ഉണ്ട്. നല്ല വിശാലമായ സ്ഥലമാണ്. ആദ്യം തിരിച്ചിടാ ആവുന്നുണ്ട്, വേവുന്നുണ്ട്. ഇതിങ്ങനെ തട്ടുകട, നമ്മൾ റോഡുമേലെ വണ്ടി പോകുമ്പോ ചില തട്ടുകടന്റെ മുമ്പിലേ പോകുമ്പോ ഒരു മണം ഉണ്ടാവില്ലേ, മണം അടിച്ചിട്ട് വേണം തോന്നില്ലേ, അതേപോലെ ഇപ്പൊ അതേപോലത്തെ മണാണ്. ഇപ്പൊ ഇതിലെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് ഏടുന്ന് തട്ടുകടാന്നും പറഞ്ഞിട്ട് മണം അടിച്ചിട്ട് വരും. അത്രക്ക് ഇത് മണപ്പിക്കാൻ യൂട്യൂബില് വഴിയില്ലല്ലോ, മണം കാണിച്ചു തരാം. ഇപ്പൊ 2 സൈഡും പാകത്തിനായിട്ടുണ്ട്. ഗോളി ബജി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു മണം അടിച്ചിട്ട്. ഏട്ടനയുടെ ഒരു സൈഡില് വിറകിട്ട് കൊടുക്കുന്നുണ്ട്. വിറക് കത്തി കഴിയുന്നതിനനുസരിച്ചിട്ട് ഇപ്പുറത്തേക്കൂടെ ആദ്യം വിറകിട്ട് കൊടുക്കണം. ഇവിടെ ഇത് കാണിക്കാം പാത്രം. നമ്മളെ സ്പെഷ്യൽ അടുപ്പിന്ന് ചുട്ട അടിപൊളി തട്ടുകട സ്റ്റൈൽ ഗോളി ബജ്ജി എല്ലാം റെഡിയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തട്ടുകട സ്റ്റൈൽ ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചായയും കുടിച്ച് ഈ ബജിയും തിന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല അടിപൊളി തട്ടുകട ചായ ഇതാ. അടുത്താക്ക് അപ്പൊ കുടിച്ചു നോക്കാം. നോക്കാം. അടിപൊളി, സൂപ്പർ. പുറത്തുനിന്ന് ഇങ്ങനെ കഴിക്കാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് ഇല്ല. ഇനി ഈ ഗോളി ബജ്ജി എടുത്തിട്ട് ഇങ്ങനെ കടിച്ചു തിന്നാ സൂപ്പർ, അടിപൊളി. നമ്മളെ സ്പെഷ്യൽ ചായ കുടിച്ചു നോക്കാം. അടിപൊളി. ഇനി ഞാനും കൂടെ തിന്നോക്കട്ടെ. വാ, സൂപ്പർ. ചായയും കൂടെ നോക്കുന്നത്. നല്ല ചായ, ഏലക്കിട്ട ചായ. അങ്ങനെ നമ്മളെ റോക്കറ്റ് അടുപ്പിലെ കുക്കിംഗ് വിജയകരമായിട്ടുണ്ട്. ഗോളി ബജി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇടക്കിടക്ക് പരീക്ഷിച്ച് നോക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ ഡിയേഴ്സ്.